അപ്പോൾ ഹായ് എവ്രി വൺ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൽഹി സുൽത്താനേറ്റ് പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ഡൽഹി കഴിഞ്ഞ് വരുന്ന മുഗളാന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ ഇബ്രാഹിം ലോഡീനെ ബാബർ തോപ്പിക്കുന്നു. അങ്ങനെ ബാബർ ഇന്ത്യയിൽ വരുന്നു. ലോഡി ഡൈനാസ്റ്റിയും ഡൽഹി സുൽത്താനേറ്റും അതോടെ അവസാനിക്കുന്നു. മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞിട്ടാണ് കഴിഞ്ഞ ക്ലാസ് നിർത്തിയത്. ഓക്കെ, അപ്പം ഇനി നമുക്ക് മുകളിലോട്ട് വരാം. അതിന് മുന്നേ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടെന്ന് തോന്നുന്നു. ആ സമയത്ത് ഇന്ത്യ ഭരിച്ചിരുന്ന എന്താ പറയുക, രാജാക്കന്മാർ പറയുമ്പോഴത്തേക്ക് ഈ മുഗൾസും അല്ലെങ്കിൽ എന്താ പറയുക ഡൽഹി സുൽത്താനേറ്റ് മാത്രമല്ല കേട്ടോ, ഇന്ത്യ നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. പല സ്ഥലത്തും പല രാജാക്കന്മാരും ഉണ്ട്. നമ്മൾ അവരുടെ ഒന്നും കാര്യം പറയാണ്ടിരിക്കുന്നത്, നമുക്ക് എക്സാമിന് പഠിച്ച് പാസ്സായാൽ മതി. അപ്പോൾ എക്സാമിന് പഠിക്കാനും പിന്നെ അതുപോലെ ഒരു റിലേഷൻ കിട്ടാനും മനസ്സിലാവാനുള്ള റിലേഷൻ കിട്ടാനും വേണ്ടിയിട്ട് ഉള്ള ആൾക്കാരെ മാത്രം പറഞ്ഞാൽ മതി. കാരണം ഒരുപാട് രാജ്യം പറയുമ്പോൾ ഒരുപാട് രാജ്യങ്ങളുണ്ട്, ഒരുപാട് രാജാക്കന്മാരുണ്ട്, ഒരുപാട് ഡൈനാസ്റ്റി ഉണ്ട്. അതൊക്കെ പഠിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അത്രയും വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. സ്മാർട്ട് വർക്ക് ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾക്കാരെ മാത്രം പറയുന്നത്. ഓക്കെ, ശരി. അപ്പോൾ മുഗൾസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ഈ 1526 എന്തുകൊണ്ടാണ് 1526 ഫസ്റ്റ് അവരുടെ ഇനിഷ്യൽ ഡേറ്റ് ആയത്? ഒന്നുമില്ല, ബേസിക്കലി എന്താ, നമ്മുടെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇബ്രാഹിം ലോഡി ആയിട്ടുള്ള ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് 1526 അതുകൊണ്ടാണ് 1526 എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. 1526 തൊട്ടിട്ട് 1857 വരെ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു സംഭവമാണ് മുഗൾ റീനിങ് പീരീഡ് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷേ അതിനകത്തൊരു സംഭവം ഉള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, 1526 തുടങ്ങുന്ന മുഗൾ റൂളിൻ്റെ 1707 വരെയുള്ളതാണ് ഫസ്റ്റ് ഫേസ് ഓഫ് മുഗൾ റൂൾ. അല്ലെങ്കിൽ എന്താ പറയുക, സ്ട്രോങ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് ഉള്ളത്. ഓക്കെ, ഇത് കഴിയുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ അവിടെ വരിക. ഇഷ്യൂ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് കാണും, നമ്മളങ്ങോട്ട് പോകുമ്പോഴത്തേക്ക് കാണും. ഇത് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മുഗൾ റൂൾ പതുക്കെ പതുക്കെ ഡീസ്റ്റേബിലൈസ്ഡ് ആയി പോവുകയാണ്. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്ക് വരുന്ന മുഗൾ റൂളേഴ്സൊക്കെ വീക്ക് ആയിരിക്കും. അത് തന്നെയല്ല, അവർ ഭയങ്കര ഇന്നഫിഷ്യൻ്റ് ആവും. അപ്പോൾ ബേസിക്കലി എന്താ പറയുക, മുഗൾ എംപയർ ഡിസോസിയേറ്റ് ചെയ്ത് പോകാൻ തുടങ്ങും. അല്ലെങ്കിൽ അവർ ഭയങ്കര ഒരു കൊല്ലം, ഏതാനും മാസങ്ങൾ ഭരിച്ച രാജാക്കന്മാർ വരെയുണ്ട് ഇത് കഴിഞ്ഞിട്ട് വരുന്നത്. അപ്പോൾ അത് എന്താ പറയുക, എക്സ്റ്റെൻഡ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ 1707 തൊട്ടിട്ട് 1857 വരെ. ഓക്കെ, അപ്പം 2 ഫേസസ് ഓഫ് മുഗൾ റൂളാണ്. ഇത് പറയുമ്പോഴത്തേക്ക് പ്രൊമിനൻറ്റ് റൂളേഴ്സ് ഉള്ളത്. ഇത് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഫേസ് പറയുമ്പോഴത്തേക്ക് വീക്കെൻഡ് ആണ്. ഓക്കെ, വൈ 1857 ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മോഡേൺ ഇന്ത്യയിൽ പഠിക്കാനുള്ളൊരു ടോപ്പിക്കാണ്. എന്നാലും നമുക്ക് പറയാം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇൻഡിപെൻഡൻസ് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടാവുമല്ലോ. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇൻഡിപെൻഡൻസ്, ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. പറഞ്ഞിട്ട് റിവോൾട്ട് ഓഫ് 1857 കേട്ടിട്ടുണ്ടാവും. എല്ലാവരും കേൾക്കണം, കേട്ടിട്ടില്ലെങ്കിൽ. റിവോൾട്ട് ഓഫ് 1857 ഇന്ത്യക്കാരാണെങ്കിൽ അതെന്തായാലും അറിയണം. 1857 റിവോൾട്ട് ഓഫ് 1857 വരുന്നു. എന്താ പറയുക, അതാണ് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ഇൻഡിപെൻഡൻസ്. ഈ റിവോൾട്ട് ഓഫ് 1857 കൂടി തന്നെ ബ്രിട്ടീഷ് റൂള് പ്രൊമനൻ്റ് ആയിട്ട് ഇന്ത്യയിൽ എസ്റ്റാബ്ലിഷ്ഡ് ആവുന്നു. അതോടുകൂടി തന്നെ മുഗൾ ലാസ്റ്റ് മുഗൾ റൂളറിനെ എന്താ പറയുകയാണ് ഇനി ഒഫീഷ്യലി ഇന്ത്യയുടെ റൂളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വീനാണ്. നമ്മുടെ ഇംഗ്ലണ്ടിലെ ക്വീനാണ്, അല്ലാണ്ട് ക്വീൻ വിക്ടോറിയ. ഓക്കെ, അപ്പോൾ റിവോൾട്ട് ഓഫ് 1857 കഴിയുമ്പോൾ എന്താ, ഈ റിവോൾട്ട് ഓഫ് 1857 അപ്പോൾ ബേസിക്കലി നടക്കുന്നത് ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിലാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യക്കാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടക്കുന്നു പറയുമ്പോഴത്തേക്കും ബ്രിട്ടീഷുകാർ ബേസിക്കലി അവരുടെ ക്വീൻ ഉണ്ട്, ക്വീൻ വിക്ടോറിയ. അപ്പം ഒരു ഇമ്പീരിയൽ ഒരു ഓർഡറിനെ അവർ റെപ്രസെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇപ്പോഴത്തെ സൈഡിൽ ഇന്ത്യയിലെ കുറേ ലോക്കലായിട്ടുള്ള ആൾക്കാരെല്ലാവരും കൂടെ കൂടിയിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവരെ റെപ്രസെൻറ്റ് ചെയ്യാനും ഒരു ഇമ്പീരിയൽ വേഴ്സസ് ഇമ്പീരിയൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മുടെ ഏറ്റവും ലാസ്റ്റ് മുഗൾ റൂളറായിട്ടുള്ള ബഹാദൂർ ഷാ സഫർ എന്ന് പറഞ്ഞിട്ടുള്ള ബഹാദൂർ ഷാ 2, ഇയാൾ മുഗൾ റൂളറായിട്ട് വരുന്നു. അപ്പം ഒരു റൂളറും വേറൊരു റൂളറും തമ്മിലൊരു ഫൈറ്റ് ആവുന്നു ബേസിക്കലി. അതിനവസാനം റിവോൾട്ടിൽ എന്താ പറയുക, ബ്രിട്ടീഷുകാർ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആൾക്കാരെ തോപ്പിക്കുകയാണ്. അപ്പോൾ ക്വീൻസ് പ്രൊക്ലമേഷൻ ഇറക്കണു. ഇറക്കിയിട്ട് പറയുന്നു, ഇനി തൊട്ട് ഇന്ത്യയുടെ റൂളർ ക്വീൻ വിക്ടോറിയയാണ്. മുഗൾ റൂൾ ഇതോടെ തീരുകയാണ്. ഇനി മുഗൾസിന് ഇന്ത്യയിൽ റോയൽ ആയിട്ട് അല്ലെങ്കിൽ ഇമ്പീരിയൽ ആയിട്ടുള്ള ഒരു റോൾ ഇല്ല പറയുകയാണ്. ഓക്കെ, അതോടുകൂടി മുഗൾ റൂൾ ഒഫീഷ്യലി ഇന്ത്യയിൽ തീരുകയാണ്. ശ്രദ്ധിക്കണം, 2 ഫേസസ് ഉണ്ട് മുഗൾ റൂളിന്. പ്രൊമനൻ്റ് ആയിട്ടുള്ള റൂളേഴ്സ് ഉള്ള 1526 തൊട്ടിട്ട് 1707 വരെയും, പിന്നെ രണ്ടാമത്തെ ഇത് പറയുമ്പോഴത്തേക്ക് 1707 തൊട്ടിട്ട് 1857 വരെ പ്രൊമനൻ്റ് അല്ലാത്ത വീക്കായിട്ടുള്ള റൂളേഴ്സും. ഓക്കെ, ശരി, നമുക്ക് മുഗൾസിലോട്ട് കിടക്കാം. 1857 കേട്ടോ. ശരി,
നമ്മൾ ഈ ഡൽഹി സൽത്തനേറ്റിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു തൈമറിനെയും ചെങ്കിസ് ഖാനെയും നമ്മൾ മുഗൾസ് വരുമ്പോൾ നമ്മൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ മുഗൾസിൻ്റെ പെറ്റേണൽ സൈഡിൽ നിന്ന്, പെറ്റേണൽ എന്ന് പറയുമ്പോഴത്തേക്ക് അച്ഛൻ്റെ സൈഡിൽ നിന്ന്, മെറ്റേണൽ എന്ന് പറയുമ്പോഴത്തേക്ക് അമ്മയുടെ സൈഡിൽ നിന്ന്. അപ്പോൾ മുഗൾസിൻ്റെ പെറ്റേണൽ സൈഡിൽ തൈമൂറും മെറ്റേണൽ സൈഡിൽ ചെങ്കിസ് ഖാനും ആയിരുന്നു. കണ്ടോ? ഓക്കെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് ഇവരുടെ രണ്ടുപേരുടെയും ഒരുമിച്ചുള്ള ഡിസെൻഡൻ്റ് ആണ് ആര്? മുഗൾസ് എന്ന് പറയുന്നത് തന്നെ. മുഗൾസ് ഫുൾ. ഈ തൈമൂർ പറയുമ്പോഴത്തേക്ക് എന്താ പറയുക, നമ്മളുടെ ഉസ്ബെക്കിസ്ഥാനിൽ സമർഖണ്ഡ് ക്യാപിറ്റലാക്കി പോയിക്കൊണ്ടിരുന്ന ഒരു വാർലോഡാണ് തൈമൂർ ദ ഗ്രേറ്റ്. നമ്മൾ കഴിഞ്ഞ ഡൽഹി സുൽത്താനേറ്റിൻ്റെ ഒപ്പം നമ്മളത് പറഞ്ഞു തൈമറിൻ്റെ കാര്യം. അതുപോലെ തന്നെ ചെങ്കിസ് ഖാൻ്റെ കാര്യം നമ്മൾ പറയുകയും ചെയ്തു. ചൈനയുടെ മേളിൽ കിടക്കുന്ന മംഗോളിയയിലെ ഒരു ട്രൈബൽ ഗ്രൂപ്പിൻ്റെ ചീഫായിരുന്നു ചെങ്കിസ് ഖാൻ. ഓക്കെ. അപ്പോൾ മുഗൾസിന് എപ്പോഴും മുഗൾസിൻ്റെ തൈമൂർ സൈഡേ മുഗൾ പറയുള്ളൂ, തൈമൂറിൻ്റെ പിന്തുടർച്ചക്കാരാണ് എന്ന് പറയും. പക്ഷേ ചെങ്കിസ് ഖാൻ്റെ കാര്യം പറയാൻ അവർക്ക് ഭയങ്കര എന്താ പറയുക, അവർ പറയില്ല, അവർക്ക് ഭയങ്കര നാണക്കേടായിരുന്നു പറയാം. അതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ ചെങ്കിസ് ഖാൻ്റെ ഹിസ്റ്ററി എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ചെങ്കിസ് ഖാൻ ഭയങ്കര ക്രൂവലായിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുള്ളൊരു വാർലോഡ് തന്നെയായിരുന്നു. ഒരു റൂളർ എന്ന് പറയാൻ പറ്റില്ല, വാർലോഡായിരുന്നു. ഓക്കെ. ഭയങ്കര മോശമായിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു. അതുകൊണ്ട് തന്നെ മുഗൾസ് എപ്പോഴും മുഗൾസിൻ്റെ ഫാദർ സൈഡിലുള്ള തൈമൂറിൻ്റെ ഡിസെൻഡൻസ് ആണ് ഞങ്ങളെന്ന് പറയാനേ ഭയങ്കര പ്രൗഡായിട്ട് പറയുന്നുണ്ടായിരുന്നുള്ളൂ. മറ്റു സൈഡ് അങ്ങനെ അവർ പറയില്ലായിരുന്നു. പക്ഷേ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഇവർക്ക് രണ്ടുപേർക്കും ഒരു മംഗോളിയൻ ഫീച്ചർ ഉണ്ട്. മംഗോളിയൻ ഫീച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് കലകി പറയണമല്ല, ഓരോ ഇപ്പം എന്താ പറയുക ദ്രവീഡിയൻ ഫീച്ചേഴ്സ് അങ്ങനെ നമ്മൾ പറയുമല്ലോ, കൊക്കേഷ്യൻ ഫീച്ചർ നമ്മൾ പറഞ്ഞിരിക്കുന്ന ഒരു ഫീച്ചർ ഉണ്ടല്ലോ. അപ്പോൾ അതിനെ വെച്ച് നോക്കി മംഗോളിയൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ചൈനീസ് ലുക്കുള്ള ആൾക്കാർ, ഇവർക്ക് രണ്ടുപേർക്കും ചൈനീസ് ലുക്ക് കൂടുതലായിരുന്നു. ലൈക്ക് മംഗോളിയ ഡെഫിനറ്റ്ലി ചൈനയുടെ മുകളിൽ കിടക്കുന്നു, തൈമൂറിനും ആ ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ബാബർ തൊട്ടിട്ട് ഏകദേശം ഒരു അക്ബർ വരെ വരുന്ന ആൾക്കാർക്കൊക്കെ ശരിക്കും മംഗോളിയൻ ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വിചാരിക്കുന്ന അക്ബറിനെ കാണുമ്പോൾ നമ്മൾ ഹൃതിക് റോഷൻ ആണെന്ന് നോക്കണം, പക്ഷേ ഹൃതിക് റോഷൻ്റെ പോലെയല്ല അക്ബർ ഇരുന്ന്. അക്ബർ ബേസിക്കലി നല്ല മംഗോളിയൻ ഫീച്ചേഴ്സ് ഉള്ള ആൾക്കാരായിരുന്നു. ഓക്കെ, ശരി. ഇനി നമുക്ക് വേറെ കാര്യം പറയാം. ഇതിലോട്ട് കിടക്കുന്നതിന് മുന്നേ നമ്മൾ പറഞ്ഞു 1526 തൊട്ടിട്ട് 1707 വരെ പ്രൊമനൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ് ആയിരുന്നു നമ്മൾ പറഞ്ഞു. അവർ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ബാബർ, നമ്മളിവിടെ വരുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1526 തൊട്ടിട്ട് 1530 വരെ ഭരിച്ചിട്ടുണ്ടായിരുന്ന ബാബർ. ഇബ്രാഹിം ലോഡിനെ തോപ്പിച്ച് ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ ബാബർ. സെക്കൻഡ് വൺ 1530 തൊട്ട് 1540 വരെ. പിന്നെ അതിനായിട്ടൊരു ഇടയ്ക്കൊരു ബ്രേക്ക് വന്നിട്ട് 1555 തൊട്ടിട്ട് ഒറ്റ കൊല്ലം 1556 വരെ ഭരിച്ച ഹുമയൂൺ. ഇത് ബാബറിൻ്റെ മോൻ ഹുമയൂണിൻ്റെ മോൻ അടുത്തത് അക്ബർ. 1556 തൊട്ടിട്ട് 1605 വരെ ഭരിച്ച അക്ബർ. പിന്നെ 1605 തൊട്ടിട്ട് 1628 വരെ ഭരിച്ച ജഹാംഗീർ. പിന്നെ 1628 തൊട്ടിട്ട് ഏകദേശം 1658 വരെ ഭരിച്ച ഷാജഹാൻ. ഷാജഹാൻ ആരാ? താജ്മഹൽ ഉണ്ടാക്കിയ ആൾ. ഇതൊക്കെ അറിയണം കേട്ടോ, അറിയില്ലെങ്കിലും കുഴപ്പമില്ല, ശരിയാക്കാം. ഓക്കെ. പിന്നെ 1658 തൊട്ട് 1707 വരെ ഭരിച്ച ഔറംഗസീബ്. ഇത്രയാണ് പ്രൊമനൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ്. ഇത് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീക്കായിട്ടുള്ള ഒരു മുഗൾ റൂളർ സെറ്റ് വരികയാണ്. ഇത് ജസ്റ്റ് ഇവരെ 6 പേരെ മസ്റ്റായിട്ട് ഓർത്തിരിക്കണം. ഇവർ 6 പേരെ എന്തായാലും ഓർത്തിരിക്കണം. ഇത് പഠിക്കാനായിട്ടുള്ള ഷോർട്ട് കട്ടൊന്നും എനിക്കില്ല, ഞാൻ ഇതാക്കിയിട്ടില്ല. ആ ഓർഡർ അറിയാം. ഏറ്റവും ലാസ്റ്റ് ആൾ ഔറംഗസീബാണ്, ഏറ്റവും ഫസ്റ്റ് ആൾ ബാബറാണെന്നറിയാം, ബാബറിൻ്റെ മോൻ ഹുമയൂൺ ആണെന്നറിയാം, ഹുമയൂൺ കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത് അക്ബർ വരുന്നറിയാം, അക്ബറിൻ്റെ മോൻ ജഹാംഗീർ ആണെന്നറിയാം, ജഹാംഗീറിൻ്റെ മോനാണ് ഷാജഹാൻ എന്നറിയാം. ആ ഒരു ഓർഡറിൽ പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ. വേണമെങ്കിൽ ഒരു എളുപ്പത്തിന് പറഞ്ഞു തരാം. അക്ബറിന് കല്യാണം കഴിച്ച് കഴിഞ്ഞിട്ട് ആൺകുട്ടികളില്ല. ആൺകുട്ടികൾക്കല്ലേ ബേസിക്കലി ഭരണം പോവുള്ളൂ. അതിന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് നിൽക്കണ ആരാ? നമ്മുടെ റസിയ സുൽത്താന, മറക്കരുത് കേട്ടോ. ഓക്കെ. അത് അവിടെ വരണേ നമ്മുടെ സ്ലേവ് ഡൈനാസ്റ്റിയിൽ ഇൽത്തുമിഷിൻ്റെ മോളാണ് റസിയ സുൽത്താന, മൂന്നാമത്തെ ആളല്ല, ഇതിനിടയ്ക്ക് വേറൊരാൾ വരുന്നുണ്ട്, പക്ഷേ എന്നാലും റസിയ സുൽത്താന ഓർത്തിരിക്കണം കേട്ടോ. ശരി. അപ്പോൾ അക്ബറിന് കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ആൺകുട്ടികളില്ല. ആൺകുട്ടികൾ വേണം ഭരണം ഫ്രണ്ടിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അങ്ങനെ അക്ബർ ഒരു സൂഫി സെയിൻ്റ് ആരാ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി. ഇസ്ലാമിലെ കുറച്ച് മിസ്റ്റിക് അല്ലെങ്കിൽ ഡിവോഷൻ ലവ് കൂടി
എന്താ പറയുക ഗോഡിനെ പ്രീച്ച് ചെയ്യാൻ നോക്കുന്ന ആൾക്കാരാണ് സൂഫി സെയിൻസ്. സലീം ചിഷ്ടി പറഞ്ഞിട്ടുള്ള സൂഫി സെയിൻറ്റിനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് ആൾക്ക് ഫസ്റ്റ് ഉണ്ടാവുന്ന കുട്ടിയാണ് ജഹാംഗീർ. ജഹാംഗീറിൻ്റെ ശരിക്കുള്ള പേര് സലീം എന്നായിരിക്കും. ഈ സലീം ചിഷ്ടിയോടുള്ള ആരാധന കാരണം ഇടുന്ന പേരാണ് സലീം എന്നുള്ളത്. അപ്പോൾ അത് വേണമെങ്കിൽ ഓർത്തിരിക്കാം. ജഹാംഗീറിൻ്റെ വേറെ പേരാണ് സലീം. ഓക്കെ. പിന്നെ ഇത് അക്ബറിൻ്റെ മോനാണെന്ന് അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ ഷാജഹാൻ്റെ മോനാണ് ഔറംഗസീബ് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. ഷാജഹാൻ താജ്മഹൽ പണിയുന്ന മുംതാസ് മഹലിന് വേണ്ടിയിട്ടാണെന്നുള്ള അറിയാം, ആളുടെ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട്. പക്ഷേ പണി കഴിയുന്നതിന് മുന്നേ തന്നെ ആളുടെ മോനാളെ ജയിലിലാക്കും. ഷാജഹാൻ ജയിലിൽ കിടന്നുകൊണ്ട് താജ്മഹൽ കാണാൻ പറ്റുന്ന പോലുള്ളൊരു സെല്ലിൽ അല്ലെങ്കിൽ ജയിലിൽ കിടന്നുകൊണ്ടാണ് ഷാജഹാൻ മരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ ഷാജഹാനെ ജയിലിലിടുന്ന മോനാണ് ഔറംഗസീബ്. അത് ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ രണ്ട് ഓർത്തിരിക്കാനുള്ള എളുപ്പം ഇത് രണ്ടും ഞാൻ ആലോചിച്ചിട്ട് കിട്ടുന്നുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചിന്തിച്ചെടുക്കാം. നമുക്ക് ഫസ്റ്റ് ആൾ നോക്കാം. ബാബർ 4 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. ബാബർ എങ്ങനെയാണ് വന്നതെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ഫൗണ്ടർ ഓഫ് മുഗൾ എംപയർ ആണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റിൽ ദൗലത് ഖാൻ ലോധി പോയി വിളിച്ചിട്ട് ഇന്ത്യയിൽ വന്ന് ഇബ്രാഹിം ലോഡിനെ തോപ്പിച്ചിട്ട് ബാബർ മുഗൾ റൂൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയാണ് ഇവിടെ. ബാബറിനെ എവിടെ നിന്നാണ് പോയി വിളിക്കുന്നതെന്ന് അറിയോ? ഉസ്ബെക്കിസ്ഥാനിലെ ഫെർഗാന വാലിയിൽ നിന്ന്. നമ്മുടെ ഇന്ത്യ ഇവിടെ ഉണ്ട്, ഉസ്ബെക്കിസ്ഥാൻ പറയുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് പോയിട്ടാണ് ദൗലത് ഖാൻ ലോധി ഇബ്രാഹിം ലോധിനെ തോപ്പിക്കാനായിട്ട് വിളിച്ചുകൊണ്ട് വരണേ. ഓക്കെ. മെയിൻലി ബാബറിൻ്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന 4 യുദ്ധങ്ങളാണ്. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ് നമ്മൾ പറഞ്ഞു, ഇബ്രാഹിം ലോധിനെ തോപ്പിക്കുന്നത്. അത് 1526 തന്നെ. അടുത്ത കൊല്ലം തന്നെ അടുത്ത യുദ്ധം ഉണ്ടാവുകയാണ്, ബാറ്റിൽ ഓഫ് കാൻവ. റാണ സംഘ ഓഫ് മേവറിലെ റാണ സംഘ, നമ്മൾ രജ്പുത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിനകത്ത് പെടുന്ന ഒരാളാണ്. റാണ സംഘ ഓഫ് മേവറിനെ തോപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് എന്താ പറയുക, ഈ റാണ സംഘ ഓഫ് മേവറും രാജ മേദിനി റായ് ഓഫ് ചന്ദേരി, ഹസൻ ഖാൻ ഓഫ് മേവത്, മുഹമ്മദ് ലോധി, ഇവർ ഇത്രയും പേർക്കെതിരെയാണ് ബാബർ യുദ്ധം ചെയ്തിട്ട് ബാറ്റിൽ ഓഫ് കാൻവയിൽ ജയിക്കുന്നത് 1527. മറക്കരുത് കേട്ടോ. അതുപോലെ ഈ മുഹമ്മദ് ലോധി അതറിയോ? ഇബ്രാഹിം ലോധിയുടെ യങ്ങർ ബ്രദറാണ് മുഹമ്മദ് ലോധി. ഓക്കെ, ശരി. പിന്നെ അത് കഴിഞ്ഞിട്ട് 1529, 1528 യുദ്ധം ഉണ്ടാവുന്നില്ല. 1529 അടുത്ത യുദ്ധം ഉണ്ടാവുന്നു, ബാറ്റിൽ ഓഫ് ചന്ദേരി. അത് മേദിനി റായ് ഓഫ് ചന്ദേരി. അത് ഓർത്തിരിക്കാൻ ഭയങ്കര എളുപ്പമല്ലേ? 1529 ബാറ്റിൽ ഓഫ് ചന്ദേരി, മേദിനി റായ് ഓഫ് ചന്ദേരിയോടൊപ്പം ഉണ്ടാവുന്നു, ബാബർ ജയിക്കുന്നു. അപ്പോൾ ഡെഫിനറ്റ്ലി ബാബറിലേ ജയിക്കുള്ളൂ. പിന്നെ 1529 തന്നെ അടുത്ത യുദ്ധം ഉണ്ടാവുന്നു, ബാറ്റിൽ ഓഫ് ഗാഗ്ര അഗെയിൻസ്റ്റ് അഫ്ഗാൻ, സലീഡ് ടു മുഹമ്മദ് ലോധി ആൻഡ് റീജിയണൽ ചീഫ്. ഇവിടുന്ന് മുഹമ്മദ് ലോധി തോറ്റെങ്കിലും മുഹമ്മദ് ലോധി പിന്നെ അഫ്ഗാൻ ചീഫ്സിൻ്റെ സപ്പോർട്ടോട് കൂടി വരുന്നു. അങ്ങനെ എന്താ പറയുക, വീണ്ടും മുഹമ്മദ് ലോധിനെ തോപ്പിക്കണം. അങ്ങനെ ബേസിക്കലി ബാബറിൻ്റെ കാലഘട്ടത്തിൽ മെയിനായിട്ട് 4 യുദ്ധങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. 1526 ബാറ്റിൽ ഓഫ് പാനിപ്പറ്റ്, 1527 ബാറ്റിൽ ഓഫ് കാൻവ, 1529 ബാറ്റിൽ ഓഫ് ചന്ദേരി, അത് കഴിഞ്ഞിട്ട് അടുത്ത 1529 തന്നെ ബാറ്റിൽ ഓഫ് ഖാഗ്ര. ഓക്കെ. പിന്നെ കണ്ടാലറിയാം ഇയാൾ ആകെ 4 കൊല്ലം ഭരിച്ചിട്ടുള്ളൂ. 4 കൊല്ലം ഭരിച്ചപ്പോൾ 4 കൊല്ലത്തിൽ 3 കൊല്ലം യുദ്ധങ്ങളാണ്. ടോട്ടൽ 4 യുദ്ധം. അപ്പോൾ ബേസിക്കലി പീസ്ഫുൾ ആയിട്ടുള്ളൊരു റെയിൻ അയാൾക്ക് ഉണ്ടായിട്ടില്ല. ഫുൾ എപ്പോഴും യുദ്ധം തന്നെയായിരുന്നു. പിന്നെ ഒരു കാര്യം നോക്കണം, ഇയാൾ സ്വയം നല്ലൊരു എഴുതുന്ന ഒരാളായിരുന്നു. തുസൂക്കി ബാബർ എഴുതിയിട്ടുണ്ട്. ആളുടെ ഓട്ടോബയോഗ്രഫി. ഞാൻ എന്നെപ്പറ്റി കഥ എഴുതുകയാണെങ്കിൽ എൻ്റെ ഓട്ടോബയോഗ്രഫി, എന്നെപ്പറ്റി വേറൊരാൾ എഴുതുകയാണെങ്കിൽ ബയോഗ്രഫി. ഇയാളെപ്പറ്റി തന്നെ സ്വയം എഴുതിയതാണ്. അപ്പോൾ അത് തുസൂക്കി ബാബറി. ബാബറി പറഞ്ഞാൽ ബാബർ, സംതിങ് റിലേറ്റഡ് ടു ബാബർ. ഓക്കെ. അതും ചാങ്തായ് ടർക്കിക്കിലായിരുന്നു എഴുതിയത്. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവർ ബേസിക്കലി ഈ ബാബറിൻ്റെ കാലഘട്ടം വരെ ടർക്കിക് ലാംഗ്വേജ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ബാബർ കഴിഞ്ഞ് ഹുമയൂൺ വരുമ്പോഴത്തേക്കും ആ ഒരു ടർക്കി ഇൻഫ്ലുവൻസ് മാറും. കാരണം പിന്നെ അവർ ഇന്ത്യയിൽ വന്ന് സെറ്റിൽ ആവുകയാണല്ലോ. അപ്പോൾ പിന്നെ തൊട്ടെല്ലാം പേർഷ്യനിലായിരിക്കും അവർ എന്താ പറയുക ഒഫീഷ്യൽ ലാംഗ്വേജ് ആക്കി കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ബാബർ വരെ ഈ ടർക്കിക്കാണ് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. തുസൂക്കി ബാബർ സ്വയം എഴുതിയ ബുക്കാണ്. ആ സ്വയം എഴുതിയ ബുക്കിൻ്റെ ലാംഗ്വേജ് പറഞ്ഞു കഴിഞ്ഞാൽ ചഗതായി ടർക്കിക്. മറക്കരുത് കേട്ടോ, ചഗതായി ടർക്കിക്. വിച്ച് ഈസ് എ പ്രൈമറി സോഴ്സ് ഓഫ് ഓട്ടോബയോഗ്രഫി, നാഷണൽ ഹിസ്റ്ററി, എത്നോഗ്രഫി ആൻഡ് മിലിറ്ററി അക്കൗണ്ട്സ്. വേറെ കാര്യം ഞാൻ പറഞ്ഞുതരാം, ഈ ഓട്ടോബയോഗ്രഫി വരുമ്പോഴൊക്കെ തുസൂക്കി ഉണ്ടാവും. ഇതുപോലെ തന്നെ ഓട്ടോബയോഗ്രഫി എഴുതിയ ഒരാളും കൂടെ ഉണ്ട് മുഗൾസിലെ ജഹാംഗീറിൻ്റെ ഓട്ടോബയോഗ്രഫിയാണ് തുസൂക്കി ജഹാംഗീരി. ഓക്കെ, ശരി. ഇത് പിന്നെ പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഈ പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ആളെ നമ്മൾ പിന്നെ കാണും. അത് എന്താ പറയുക, ഈ പേർഷ്യനിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വരുന്ന പേരെന്താണെന്നറിയോ? നമ്മൾ വേറൊരു സംഭവം പറഞ്ഞിട്ടുണ്ടെന്ന്, ഷാനാമ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അതുപോലെ തന്നെ ഇവിടെ വരുന്നത് ബാബർനാമ. അത് എഴുതുന്ന വേറൊരാളാണ്, നമ്മൾ അങ്ങോട്ട് വരുമ്പോൾ പറയാം. ഓക്കെ, ശരി. പിന്നെ കുറേ ആർക്കിടെക്ചറൽ എന്താ പറയുക ഇന്നോവേഷൻസ് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ചാർബാഗ് കൺസെപ്റ്റ്. ചാർബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഇവിടെ നടുക്കൊരു വാട്ടർ ബോഡി ഉണ്ടാവും. അതിൻ്റെ ചുറ്റും കോർണറിലായിട്ട് 4 ഗാർഡൻ. ഇതാണ് ചാർബാഗ്. ചാർ പറഞ്ഞു കഴിഞ്ഞാൽ 4, ബാഗ് പറഞ്ഞാൽ ഗാർഡൻ. ചാർബാഗ് കൺസെപ്റ്റ് അല്ലെങ്കിൽ പേർഷ്യൻ ഗാർഡൻ കൺസെപ്റ്റ് അത്. അതിനെ ഇന്ത്യയിലോട്ട് കൊണ്ടുവരുന്നത് ബാബറാണ്. ഓക്കെ. പിന്നെ എന്താ പറയുക, 2 മോസ്ക് പണിയുന്നുണ്ട്, പാനിപ്പറ്റിലും സംബട്ടിലും. ഓക്കെ, 2 മോസ്ക് പണിയുന്നുണ്ട്. ജസ്റ്റ് ഇങ്ങനെ ഓർത്തിരുന്നാൽ മതി. പിന്നെ ബാബർ എവിടെ നിന്നാണ് വരുന്നത്? കാബൂളിൽ നിന്ന് വരാമെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാബൂളിൽ നിന്നാണ് പോയിട്ട് വിളിച്ചുകൊണ്ട് വരുന്നത്. ഓക്കെ, ഒരു മിസ്റ്റേക്ക് എനിക്കുണ്ടായി, സോറി. ഇവിടെ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല ഉസ്ബെക്കിസ്ഥാനിൽ നിന്നാണ് വരുന്നതെന്ന്. പക്ഷേ ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല. ഉസ്ബെക്കിസ്ഥാൻ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ നമ്മുടെ തൈമൂറിൻ്റെ ലീനിയേജാണ് പറഞ്ഞു. തൈമൂർ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡുകാരനാണ് പറഞ്ഞു. അപ്പോൾ അതാ ഉദ്ദേശിച്ചത് കേട്ടോ. ആള് എന്താ പറയുക, ബാബർ ശരിക്കും കാബൂളിലായിരിക്കും ഉണ്ടാവുക. കാബൂളിൽ നിന്നാണ് പോയിട്ട് ബാബറിനെ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ ഇബ്രാഹിം ലോധി. അതൊന്ന് ഞാൻ കറക്റ്റ് ചെയ്യാണ്. ഓക്കെ, ശരി. അപ്പോൾ കാബൂളിൽ നിന്നാണല്ലോ ബാബർ വരുന്നത്. അപ്പോൾ ബാബറിനെ ബറി ചെയ്യുന്നത് കാബൂളിൽ തന്നെ. കാബൂൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ കേട്ടോ. ഓക്കെ, കാബൂൾ ഇന്നത്തെ അഫ്ഗാനിസ്ഥാനിൽ അവിടെ തന്നെയാണ് ബാബറിനെ ബറി ചെയ്യുന്നത്. ഓക്കെ, ശരി. ബാബർ കഴിഞ്ഞിട്ട് ആരാ വരുന്നത്? ബാബറിൻ്റെ മോനായിട്ടുള്ള ഹുമയൂൺ. ഓക്കെ, ഹുമയൂൺ നമ്മൾ പറഞ്ഞു മെയിൻലി 2 പാർട്ടായിട്ടാണ് ആൾ ഭരിച്ചിരിക്കുന്നത്. ഫസ്റ്റ് 1530 തൊട്ട് 1540 വരെ ഒരു പാർട്ടും, പിന്നെ 1555 തൊട്ട് 1556 വരെ വേറൊരു പാർട്ടും. അതെന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ഷേർഷാ സൂരി പറഞ്ഞിട്ടുള്ളൊരു ബീഹാർ സസാരമിലെ സൂർ ഡൈനാസ്റ്റിയിൽ പെട്ടൊരു ആൾ വരുന്നുണ്ട്. ആൾ വന്നിട്ട് ഹുമയൂണുമായിട്ട് യുദ്ധം ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് യുദ്ധത്തിലും ഹുമയൂൺ തോക്കും, പക്ഷേ രാജ്യം അങ്ങനെ കൈവിട്ടു പോവില്ല. പക്ഷെ രണ്ടാമത്തെ യുദ്ധത്തിൽ ഷേർഷാ സൂരിയോട് തോറ്റ് ഹുമയൂണിന് നാട് കടക്കേണ്ടി വരികയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വന്നിട്ടാണ് ആൾ 1 കൊല്ലം ഭരിക്കുന്നത്. നമുക്ക് ആ കഥ നോക്കാം. ഇപ്പോൾ ഹുമയൂണിൻ്റെ കാര്യം നമുക്ക് പറയാം. ഏർലി റെയിൻ വീക്കൻ ബൈ കോട്ട് ഫാക്ഷനിസം ആൻഡ് അഫ്ഗാൻ റിസർജൻസ്. ഈ ഷേർഷാ സൂരി അഫ്ഗാൻകാരുടെ ഐലൻഡ്സിനൊപ്പം ചേർന്നിട്ടാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി കിങ്ഡം വീക്കുണ്ടായി. ഓക്കെ, ലോസ്റ്റ് ഹിസ് കിങ്ഡമും അത് നമ്മൾ പറഞ്ഞു. 1450 എക്സൈൽ ഇൻ പേർഷ്യ ഫോർ 15 years ഒക്കെ നമ്മൾ പറഞ്ഞു. ഡൈറ്റ് ഫോളിങ് ഫ്രം ലൈബ്രറി, അത് നമുക്ക് പറയാം. ഓക്കെ, അങ്ങനെ നമ്മൾ പറഞ്ഞു 2 ബാറ്റിൽ ഷേർഷാ സൂരിയുടെ ഒപ്പം ഉണ്ടാവുന്നു നമ്മൾ പറഞ്ഞു. 1539 ഉണ്ടാവുന്ന ബാറ്റിൽ ഓഫ് ചൗസയുണ്ട്. ചൗസയിൽ ഷേർഷാ സൂരിയുടെ ഒപ്പം ഹുമയൂൺ തോക്കുകയാണ്. പക്ഷെ രാജ്യഭാരം കയ്യിൽ നിന്ന് പോകുന്നില്ല. ഓക്കെ, പിന്നെ എന്ത് ചെയ്യുന്നു? 1540 വീണ്ടും ഷേർഷാ സൂരി വരികയാണ്. ഷേർഷാ സൂരി വന്ന് യുദ്ധം ചെയ്യുന്നു. അതിനെ പറയുന്നത് ബാറ്റിൽ ഓഫ് ബിൽഗ്രാം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കനൗജ്. 2 ഒരേ യുദ്ധമാണ്. ഒരു സ്ഥലത്തിൻ്റെ 2 പേര്, ബിൽഗ്രാം അല്ലെങ്കിൽ കനൗജ്. ഓക്കെ, 2 പേരാണ്. അപ്പോൾ ഇതിലെന്ത് ചെയ്യണു? ശരിക്കും ഹുമയൂൺ തോക്കണു. അങ്ങനെ ഹുമയൂൺ നാട് കടത്തി പേർഷ്യയിലോട്ട് പോകേണ്ടി വരുന്നു. ഓക്കെ, ഇങ്ങനെ പേർഷ്യയിലോട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഹുമയൂണിൻ്റെ വൈഫായിട്ടുള്ള ഹമീദ ബാനു ബീഗം പ്രഗ്നൻ്റ് ആയിരിക്കും. ഈ പ്രഗ്നൻ്റ് ആവുന്ന കുഞ്ഞാണ് അക്ബർ. അപ്പോൾ ഇയാൾ എക്സൈലിന് പോയി. ഈ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഭാര്യനെ അയാൾക്കൊപ്പം കൂട്ടി എക്സൈലിന് പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു രജ്പുത് ക്ലാനിലെ, രജ്പുത് എപ്പോഴും ആലോചിച്ചു, ഈ മുഗൾസും രജ്പുത്തും തമ്മിൽ ക്ലോസ് ആയിട്ടുള്ള ഒരു റിലേഷൻ എപ്പോഴും ഉണ്ടാവും. അപ്പോൾ ഈ രജ്പുത് ക്ലാനിലെ ഒരു ഫാമിലിയിലാക്കിയിട്ടായിരിക്കും പോവുക. അതെന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ, കാരണം സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് തന്നെ. അപ്പോൾ ഈ രജ്പുത് ആ ഫാമിലിയിലാണ് അക്ബർ ജനിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു റിലേഷൻ അക്ബറും രജ്പുത് ഫാമിലിയും തമ്മിലുണ്ട്. അപ്പോൾ അത് ഓർത്ത് വെച്ചു. ഓക്കെ, ശരി. എന്നിട്ട് ഇയാൾ എന്ത് ചെയ്യണു? എക്സൈലിന് പോകണു. പിന്നെ 15 കൊല്ലം കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് ഈ മിർസ ഹൈദർ എന്ന് പറഞ്ഞിട്ടുള്ള ആളുടെ കയ്യിൽ നിന്ന് പേർഷ്യൻ മിലിറ്ററി സപ്പോർട്ടും കൂടെ വാങ്ങിയിട്ട് ഷേർഷാ സൂരിനെ തോപ്പിക്കുകയാണ്. ഷേർഷാ സൂരിനെ തോപ്പിച്ചിട്ട് അതെങ്ങനെയാണ് ഷേർഷാ സൂരി മരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, യുദ്ധത്തിനിടയിൽ ഷേർഷാ സൂരിയുടെ സൈഡിൽ നിന്നുള്ള ആൾക്കാരുടെ തന്നെ മറ്റേ കനോണിൻ്റെ വെടി കൊണ്ടിട്ടാണ് ഷേർഷാ സൂരി മരിച്ചു പോകണേ. അപ്പോൾ ആ ഒരു അവസരം മുതലാക്കി ഹുമയൂൺ വീണ്ടും ഭരണത്തിൽ കയറുകയാണ്. ഓക്കെ, പിന്നെ ഹുമയൂൺ എങ്ങനെയാണ് മരിക്കണേ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഷേർഷാ സൂരിനെ ഇവിടെ തോപ്പിക്കുന്നു. അത് കഴിഞ്ഞിട്ട് 1556 വന്ന് 1 കൊല്ലം ഭരിച്ചു കഴിയുമ്പോഴത്തേക്കും ആളുടെ ലൈബ്രറിയുടെ സ്റ്റെപ്പിൻ്റെ മുകളിൽ നിന്ന് വീണ് മരിക്കുകയാണ് ഹുമയൂൺ, 2ാമത്തെ മുഗൾ രാജാവ്. ഓക്കെ, അപ്പം ഹുമയൂണിൻ്റെ ടോം ഉണ്ടാക്കുന്നത് ആളുടെ വൈഫായിട്ടുള്ള ഹജി ബീഗം. ഓക്കെ, ഹജി ബീഗം തന്നെയാണ് ഹമീദ ബാനു ബീഗം. ആളാണ് ഹുമയൂണിൻ്റെ ടോം ഉണ്ടാക്കുന്നത്. ഓക്കെ, ടോം അത് എന്താ പറയുക, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മേജർ മുഗൾ ഗാർഡൻ ടോം ഇൻ ഇന്ത്യ. ഹുമയൂൺസ് ടോം കണ്ടിട്ടുണ്ടാവും, ഡൽഹിയിലാണ്. എല്ലാ സിനിമയിലും കാണിക്കും എനിക്ക് തോന്നുന്നു. നമ്മളുടെ 2 സ്റ്റേറ്റ്സിലാണെന്ന് തോന്നുന്നു. 2 സ്റ്റേറ്റ്സിലല്ല, വേറെ മിക്ക മൂവീസിലും കാണിക്കും. ഇങ്ങനെ ഹീറോയിൻ കൂടിയിട്ട് ഹുമയൂൺസ് ടോമിൻ്റെ സൈഡിലിരുന്നിട്ട് ഇങ്ങനെ പാട്ട് കാണാറുണ്ട്. ഓക്കെ, ശരി. പിന്നെ ഹുമയൂണിൻ്റെ സിസ്റ്ററാണ് ഗുൽബദാന ബീഗം.
ഓക്കെ, ഹുമയൂണിൻ്റെ സിസ്റ്റർ ഗുൽബദാന ബീഗം ഹുമയൂണിനെ പറ്റി എഴുതുന്ന ബയോഗ്രഫിയാണ് ഹുമയൂൺ നാമ. കണ്ടോ, അത് ഇസ് എ നോട്ടബിൾ ഫീമെയിൽ ഓതേർഡ് സോഴ്സ്. ഒരു ഫീമെയിൽ ഓതർ ചെയ്ത ഒരു സോഴ്സ് നമ്മൾ ഇതുവരെ കേട്ടില്ല. നമ്മൾ ഇത്രയും പഠിച്ചിട്ട് വേറെ ഇല്ല എന്നല്ല, പക്ഷെ നമ്മൾ കേട്ടില്ല. സോ ഇതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ബിക്കോസ് ഹുമയൂണിൻ്റെ സിസ്റ്റർ ആയിട്ടുള്ള ഗുൽബദാന ബീഗം ഹുമയൂണിൻ്റെ ബയോഗ്രഫി എഴുതുന്ന ബുക്കാണ് ഹുമയൂൺ നാമ. ഓക്കെ, ഹുമയൂൺ ദിനപന എന്ന് പറഞ്ഞിട്ടുള്ള സിറ്റി ഉണ്ടാക്കും. പിന്നെ ഇസാ ഖാൻ ആൻഡ് ജമാലിയുടെ മോസ്കോ ഉണ്ടാക്കും. ഈ ദിനപന ഓർത്തു വെച്ചോ, ദിനപന ആവശ്യം വരും. ഓക്കെ, ശരി. പിന്നെ പെയിൻറ്റേഴ്സ് ആയിട്ടുള്ള മിർ സയ്യിദ് അലി, അബ്ദുസ് സനദൊക്കെ ആളുടെ കോർട്ടിലെ പെയിൻറ്റേഴ്സ് ആയിട്ടുണ്ടായിരുന്നു ഹുമയൂണിൻ്റെ. ഇത് അതായത് ഈ ഒരു ഇൻ്റർ പീരീഡ് ഉണ്ടല്ലോ, ഈ 40 തൊട്ടിട്ട് 55 വരെയുള്ള കാര്യമാണ് പറയുന്നത്. ഷേർഷാ സൂരി വരണം ആ 40 തൊട്ടിട്ട് 55 ആട്ടോ. ഓക്കെ, 55 വരെ ഷേർഷാ സൂരി വരുന്നു. ഷേർഷാ സൂരിയുടെ ശരിക്കുള്ള പേര് ഫരീദ് ഖാൻ സുർ എന്നായിരുന്നു. സുർ ഡൈനാസ്റ്റിയിലെ ഫരീദ് ഖാൻ. സസാരം, നമ്മുടെ ബീഹാറിലുള്ള സസാരത്തിലായിരുന്നു ആ ഒരു ഡൈനാസ്റ്റി ഉണ്ടായിരുന്നത്. ആളൊരു ജാഗിർദാറായിരുന്നു. ജാഗിർദാറിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജാഗിർ എന്ന് പറഞ്ഞാൽ ലാൻഡ് ഹോൾഡ് ചെയ്യണ ഒരു ഒഫീഷ്യൽ. അപ്പോൾ കുറച്ച് പ്രൊമനൻ്റ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ആളാണ്, ഒരു ജാഗിർദാറായിരുന്നു. ഇയാൾ എങ്ങനെയാണ് ഈ ഷേർഷാ എന്നുള്ള പേരെടുത്ത് വെച്ച് കഴിഞ്ഞാൽ, ബാറ്റിൽ ഓഫ് ചൗസയുടെ കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 1539 ഹുമയൂണിനെ തോപ്പിച്ചത്. ഓക്കെ, പക്ഷേ ബാറ്റിൽ ഓഫ് ചൗസയിലല്ല രാജ്യം എടുക്കുന്നത്, അത് അടുത്ത വരുന്ന ബാറ്റിൽ ഓഫ് കനൗജിലാണ് എടുക്കുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടെന്ന് വെക്കുന്നു. കേട്ടോ, 1539 ബാറ്റിൽ ഓഫ് ചൗസ, അതിൽ തോപ്പിക്കുന്നുണ്ട് ഹുമയൂണിനെ, പക്ഷേ രാജ്യഭാരം എടുക്കുന്നില്ല. 1540 ബിൽഗ്രം അല്ലെങ്കിൽ ബാറ്റിൽ ഓഫ് കനൗജ് അല്ലെങ്കിൽ ബിൽഗ്രത്തിൽ വെച്ചിട്ടാണ് രാജ്യഭാരം കംപ്ലീറ്റ് ആയിട്ട് എടുക്കണേ. ഓക്കെ, ശരി. എവിടെ ഫരീദ് ഖാൻ എന്നാണ് ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു. ഓക്കെ, അങ്ങനെ ഷേർഷാ സൂരി ഈ ബാറ്റിൽ ഓഫ് ചൗസ 1539 ബാറ്റിൽ ഓഫ് ചൗസയിൽ ഹുമയൂണിനെ തോപ്പിച്ചിട്ടാണ് ഷേർഷാ എന്നുള്ള പേര് ഫരീദ് ഖാൻ മാറ്റി ആ സൂര്യൻ്റെ ഫ്രണ്ടിൽ കൊണ്ടിട്ട് ഷേർഷാ സൂരി ആയിട്ട് മാറുന്നത്. ഓക്കെ, പിന്നെ സൂർ എംപയർ എസ്റ്റാബ്ലിഷ് ചെയ്തു. ആൾക്ക് അഫ്ഗാൻ അലീസ് ഉണ്ടായിരുന്നു, നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു. ഓക്കെ, ബാറ്റിൽ ഓഫ് ചൗസയുടെ കാര്യം നമ്മൾ പറഞ്ഞു, ബിൽഗ്രത്തിൻ്റെ കാര്യവും പറഞ്ഞു. അങ്ങനെ ദ ഫോർമൽ ബിഗിനിങ് ഓഫ് സുർ എംപയർ. ഓക്കെ, ഇൻ ഇന്ത്യ. പിന്നെ ആൾ നല്ലൊരു അഡ്മിനിസ്ട്രേറ്റീവ് വൈസ് കുറച്ച് പൊളിയായിട്ടുള്ള ഒരാളായിരുന്നു. ആൾ അതുപോലെ കുറേ ക്യാമ്പയിൻസ് നടത്തിയിട്ടുണ്ട്, എക്സ്പാൻഷൻ ക്യാമ്പയിൻ. ഈ ക്യാമ്പയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ പുറത്തു പോകാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഫോറിൻ കൺട്രിയിൽ പോയിട്ട് അവരുമായിട്ട് മീറ്റിംഗ് കൂടി ഡിസ്കഷൻ കൂടാറുണ്ട്. എന്തിനാ, കുറച്ചുകൂടി ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്നെങ്കിൽ അതിന് വേണ്ടിയിട്ടാകാം പണ്ടത്തെ കാലത്ത് ക്യാമ്പയിൻ പോകുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് ഞങ്ങളാണ് നിങ്ങളുടെ റൂളർ എന്ന് അസേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും പോവുക. അല്ലെങ്കിൽ ഏതൊരു സ്ഥലം കൊണ്ടേ അടിച്ചു മാറ്റാൻ ഇൻ ദ സെൻസ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ടായിരിക്കും ക്യാമ്പയിൻ നടത്തുക. അപ്പോൾ ഇതിൽ പല കാരണം കൊണ്ട് ക്യാമ്പയിൻ നടത്താം. അപ്പോൾ ശേഷം പഞ്ചാബും മുൾട്ടാനും സിന്ധും ഒക്കെ കോൺക്വർ ചെയ്തിട്ടുണ്ട്. പിന്നെ മാൽവയിലും ബുണ്ടൽഖണ്ഡിലോട്ടും അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. ബുണ്ടൽഖണ്ഡ് എന്ന് പറയുമ്പോഴത്തേക്ക് മധ്യപ്രദേശ് ആ ഒരു റീജിയനാണ്. ഓക്കെ, മാൽവ പറയുമ്പോഴത്തേക്ക് അതിൻ്റെ കുറച്ചുകൂടി വെസ്റ്റേൺ സൈഡിലോട്ട് വരും. ഓക്കെ, രജ്പൂത് ചീഫ്റ്റൻസിനെയൊക്കെ സബ്ഡ്യൂ ചെയ്തിട്ടുണ്ട്, അവരെ തോൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ബംഗാളിൽ ഫ്രോണ്ടിയർ ആയിട്ട് കൺട്രോൾ കൊണ്ടുവന്നു ഇൻഡയറക്റ്റ് ആയിട്ട്. ബേസിക്കലി അപ്പോൾ ഒന്ന് ആലോചിച്ച് ഇന്ത്യ ഫുൾ ഇന്ത്യ ഫുൾ ഇൻ ദ സെൻസ് ഇന്ത്യയുടെ അറ്റ്ലീസ്റ്റ് അപ്പറായിട്ടുള്ള പോർഷൻ ഫുൾ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ റിയൽ ആർക്കിടെക്ട് ഓഫ് മുഗൾ എംപയർ എന്നാണ് ഇയാളെ പറയുന്നത്. കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, ഇയാളുടെ കുറേ അഡ്മിനിസ്ട്രേറ്റീവ് മെഷേഴ്സ് അക്ബർ തൊട്ടുള്ള ആൾക്കാർ കോപ്പി ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഫോളോ ചെയ്യാൻ തുടങ്ങി. ഓക്കെ, ആളുടെ അഡ്മിനിസ്ട്രേഷൻ കുറച്ച് പൊളിയായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഈ ഷേർഷാ തൊട്ടിട്ട് അല്ലെങ്കിൽ മുഗൾസ് ഫോളോ ചെയ്തിരുന്ന ഒരു സിസ്റ്റം ഓഫ് ഡിവിഷനാണ് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഡിവിഷൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ എങ്ങനെയാണ് കൺട്രി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട്സ് എന്ന് നമ്മൾ പറയണ പോലെ അവരുടെ എങ്ങനെയായിരുന്നു എന്നറിയോ? കൺട്രി പറയുമ്പോഴത്തേക്ക് സുബയാവും, സുബാദാർ കേട്ടിട്ടില്ലേ, സുബ. പിന്നെ സ്റ്റേറ്റ് പറയുമ്പോഴത്തേക്ക് സർക്കാരാകും, ഡിസ്ട്രിക്റ്റ് പറയുമ്പോഴത്തേക്ക് പർഗാനയാവും. ഓക്കെ, സുബ, സർക്കാർ, പർഗാന, ഓർത്തിരിക്കാമല്ലോ. ഓക്കെ, അങ്ങനെ ഓരോ സർക്കാരും അങ്ങനെ ഓരോ സ്റ്റേറ്റിനും സ്റ്റേറ്റ് ഇന്നത്തെ സ്റ്റേറ്റ് പറയുമ്പോഴത്തേക്ക് കേരളം ഫുള്ളൊരു സ്റ്റേറ്റ് അങ്ങനെ വെക്കരുത്. അന്ന് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ എന്താ പറയുക, ആകെ 2 or 3 ഇന്നത്തെ സ്റ്റേറ്റ് കൂടുന്ന അത്രയായിരിക്കും ഒരു എംപയർ. അപ്പോൾ ബേസിക്കലി അന്നത്തെ സ്റ്റേറ്റ് ഭയങ്കര ചെറുതായിരിക്കും. അപ്പം ഓരോ സർക്കാരിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേറ്റിലും അന്ന് ഷേർഷാ സൂരി ഓരോ ഓഫീസേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട്. ലോ ആൻഡ് ഓർഡർ നോക്കാനായിട്ട് ഷിക്ദാർ ഒന്ന് ആലോചിച്ചിരിക്കാമല്ലോ. റവന്യൂ നോക്കാൻ മുൻസിഫ് ഓർ ആമിൽ. നമുക്ക് ഇന്നും മുൻസിഫ് കോർട്ട് ഉണ്ട്.
സോറി, നമുക്കിന്ന് മുൻസിഫ് കോർട്ട് ഉണ്ട്. മുൻസിഫ് കോർട്ട് എന്ന് പറഞ്ഞാൽ സിവിൽ കോർട്ടാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ, മുൻസിഫ് കോടതി അത്രേ ഉള്ളൂ. അപ്പോൾ സിവിൽ കാര്യം, റവന്യൂ കാര്യങ്ങൾ നോക്കാം മുൻസിഫ്. ഷിക്ദാർ എന്ന് പറഞ്ഞാൽ ലോ ആൻഡ് ഓർഡർ നോക്കാൻ. ട്രഷറർ, പിന്നെ ട്രഷറർ ധനകാര്യം അല്ലെങ്കിൽ ഖജനാവ് നോക്കാനുള്ള ആൾ. പിന്നെ ലാൻഡ് റവന്യൂ സിസ്റ്റം ആൾ കുറച്ച് നൈസാക്കി സപ്ത് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റം കൊണ്ടുവന്നു. ഓക്കെ, നമ്മൾ മറ്റേ ബിഗ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് വേറെ, അത് ഡൽഹി സുൽത്താനേറ്റിൽ. ഇത് സപ്ത് പറയുമ്പോഴത്തേക്ക് ബാംബു ജബരീബ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇത്രയും ഒരു ബാംബു മുളവടി എടുത്തിട്ട് ഇത്രയും നീളത്തിലുള്ള മുളവടി ആണെങ്കിൽ ഇത്ര ഏരിയ ഓഫ് സ്ഥലം, അങ്ങനെ ഒരു മെഷർമെൻറ്റ് കൊണ്ടുവന്നു. അതിനെ പറയണ സപ്ത് എന്നായിരുന്നു. പിന്നെ ക്ലാസിഫൈ ലാൻഡ് ബേസ്ഡ് ഓൺ ഫെർട്ടിലിറ്റി, അസസ് റവന്യൂ ഓൺ 1/3 ഓഫ് ദ പ്രൊഡ്യൂസ്. അതെന്തുകൊണ്ടാണ് ചിന്തിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നല്ല പോലെ മഴയും വെള്ളമുള്ള ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ 1 ഏക്കറിൽ എക്സാമ്പിൾ പറയാണ്, 1000 കിലോ അരി കിട്ടുമെന്ന് വെക്കുക. 1000 കിലോ അരി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ രാജസ്ഥാനിൽ 1 ഏക്കറിൽ ഈ 1000 കിലോ പോയിട്ട് 1 കിലോ പോലും കിട്ടണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും യൂണിഫോം ആയിട്ട് താനും ഒരു കിലോ എനിക്ക് തരണം, ഇയാളും 1 കിലോ തരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഫാമേഴ്സിന് റവന്യൂ കൊടുക്കാൻ. അപ്പോൾ അതിന് എന്ത് ചെയ്തു? ഫെർട്ടിലിറ്റിയുടെ ബേസിൽ അസസ് ചെയ്തിട്ട് റവന്യൂ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ അത് വെച്ചിട്ട് എന്താ, ഇപ്പോൾ രാജസ്ഥാനിൽ ആകെ 100 ഗ്രാമേ പ്രൊഡ്യൂസ് ആയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു 100 ഗ്രാമിൻ്റെ 3% എനിക്ക് തന്നാൽ മതി റവന്യൂ. കേരളത്തിൽ ഭരിച്ചിട്ടില്ല, ഞാൻ എക്സാമ്പിൾ പറയുകയാണ്. അപ്പോൾ കേരളത്തിൽ 1000 കിലോ പ്രൊഡ്യൂസ് ചെയ്യുമെങ്കിൽ ആളെന്ന് പറയും 1000ൻ്റെ 3% എനിക്ക് തന്നാൽ മതി പറയും. അതാണ് എന്ത്? ക്ലാസിഫൈ ലാൻഡ് ബേസ്ഡ് ഓൺ ഫെർട്ടിലിറ്റി ആൻഡ് അസസ് റവന്യൂ ഓൺ 1/3 ഓഫ് ദ പ്രൊഡ്യൂസിൻ്റെ 1/3 കൊടുത്താൽ മതി എന്നുള്ള ഒരു സിസ്റ്റം ആൾ കൊണ്ടുവന്നത്. ഫാമേഴ്സിന് ഒന്നെങ്കിൽ ക്യാഷ് ആയിട്ടോ അല്ലെങ്കിൽ കൈൻഡ് ആയിട്ടോ കൊടുക്കാം. ഫാമേഴ്സിന് ഈ പറയണ അരി കൊണ്ട് വിറ്റിട്ട് കിട്ടുന്ന കാശിനെ 1/3 ആക്കി കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഈ അരിയുടെ ടോട്ടൽ 1/3 ആക്കി ഫാമേഴ്സിന് ആൾക്ക് റവന്യൂ കൊടുക്കാം. ഇതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. പിന്നെ അക്ബറിൻ്റെ തോഡർമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്ബറിൻ്റെ റവന്യൂ മിനിസ്റ്റർ നമ്മൾ അടുത്ത കാണും. അക്ബറിൻ്റെ തോഡർമാൽ ഈ ഒരു സിസ്റ്റത്തിനെ ഇൻസ്പയർ ആക്കി അതെടുത്തിട്ട് അതിനെ കുറച്ച് റീഫോം ചെയ്തിട്ടുണ്ട്, കുറച്ച് ഇമ്പ്രൂവ് ചെയ്ത് ബെറ്റർ ആക്കിയിട്ടുണ്ട്. നമുക്കത് തോട്ടർമാലിൻ്റെ സിസ്റ്റം വരുമ്പോൾ പറയാം. സെയിം ഇത് തന്നെയാണ്. ഇതുപോലെ ഫെർട്ടിലിറ്റി നോക്കി അസസ് ചെയ്ത് ലാൻഡ് തിരിച്ചിട്ട് അതിൻ്റെ പ്രൊഡ്യൂസിൻ്റെ ഒരു ഷെയർ കൊടുക്കാൻ തുടങ്ങി. ഓക്കെ, പിന്നെ ആൾ കുറേ കറൻസി റിഫോംസ് കൊണ്ടുവന്നു. ഇതുപോലെ കറൻസി റിഫോംസ് കൊണ്ടുവന്ന വേറൊരു ഡൽഹി സുൽത്താൻ ഉണ്ട്, എന്നിട്ട് ഫെയിൽ ആയിപ്പോയത്. ആരായിരുന്നു? മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ടോക്കൺ കറൻസി. ഓക്കെ, പക്ഷേ ഇയാൾ കൊടുത്ത കറൻസി റിഫോം സക്സസ്ഫുൾ ആയിരുന്നു. കാരണം ഇത് അക്ബറൊക്കെ പിന്നെ അങ്ങോട്ടുള്ള മുഗൾ റൂളേഴ്സ് എല്ലാം ഇത് ഫോളോ ചെയ്യുന്നുണ്ട്. ആളാണ് ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിസ്റ്റം കൊണ്ടുവന്നത്. അതല്ലേ നമ്മൾ ഇപ്പോഴും കൊണ്ടുവന്നത്. ഇയാളുടെ കയ്യിൽ നിന്ന് മുഗൾസ് എടുക്കണം, മുഗൾസിൻ്റെ നിന്ന് ബ്രിട്ടീഷ് എടുക്കണം, ബ്രിട്ടീഷുകാരുടെ നമ്മൾ എടുക്കണം. സോ ഇന്ത്യൻ റുപ്പി കൊണ്ടുവന്നത് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഷേർഷാ സൂരി. മറക്കരുത് കേട്ടോ. കണ്ടോ റുപ്പിയ, ആ റുപ്പിയും എടുത്ത് എത്ര റുപ്പിയ അങ്ങനെ കേട്ടിട്ടില്ലേ? നമ്മൾ ഡൽഹിയിലും ഒക്കെ പറയുന്ന ഒരു സാധനം, മലബാറിലും ഒക്കെ നമ്മൾ പറയുന്ന ഒരു സാധനമാണ് റുപ്പിയ എന്നുള്ളൊരു സംഭവം. ഓക്കെ, റുപ്പിയ പറഞ്ഞു കഴിഞ്ഞാൽ സിൽവർ കോയിനാണ്. ഓക്കെ, അത് മറക്കരുത്. ഡം കോപ്പർ, മൊഹുർ ഗോൾഡ്. ഇതെങ്ങനെ ഓർത്തിരിക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിലെ 1 രൂപയുടെ കളർ എന്താ? സിൽവർ കളറാണ്. ഓക്കെ, അപ്പം റുപ്പിയ സിൽവർ, ഞാൻ അങ്ങനെ ഓർത്തിരിക്കണേ. ദം പൊട്ടിക്കുക പറഞ്ഞാൽ ചെമ്പായിരിക്കും. ബിരിയാണി ചെമ്പ്, ദം, അത് കോപ്പർ ആയിരിക്കുമല്ലോ. പിന്നെ മൊഹുർ ഗോൾഡ്. റുപ്പിയ സിൽവറും ദം കോപ്പറും ആണെങ്കിൽ മോർ പിന്നെ ഗോൾഡ് ആയിരിക്കുമല്ലോ. അങ്ങനെ ആലോചിച്ചിരിക്കും. മറ്റേ ഡൽഹി സുൽത്താനിലുള്ളത് സിൽവർ ടങ്ക, കോപ്പർ ജിത്തൽ, അത് വേറെ, അത് ഓർത്തിരിക്കണം, കൺഫ്യൂഷൻ ആവരുത് രണ്ടും കൂടെ. ഇത് മുഗൾസിലെ റുപ്പിയ, ദം, മൊഹുർ. ഓക്കെ, മറ്റേത് സിൽവറും ടങ്കയും ജിത്തലും ഡൽഹി സുൽത്താനേറ്റിലെ, റുപ്പിയ, ദം, മൊഹുർ മുഗൾസിലും അല്ലെങ്കിൽ ഷേർഷാ സൂരിയിലും. ഓക്കെ, ശരി. പിന്നെ അതിഞ്ഞിട്ട് ആൾ ഖാസീസിനെ അപ്പോയിന്റ് ചെയ്തു. ഖാസി പറഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജഡ്ജാന്നുള്ളത്. പർഗാന പറയുമ്പോഴത്തേക്ക് ഡിസ്ട്രിക്ട് ലെവൽ. ഓരോ ഡിസ്ട്രിക്റ്റിലും ഓരോ ജഡ്ജിനെ വെച്ച് ആൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സിവിയർ ബട്ട് ഇംപാർഷ്യൽ ജസ്റ്റിസ് ഇതുപോലെ ഫോളോ ചെയ്ത ഒരാളുണ്ട്. ആരാന്ന് ഓർമ്മയുണ്ടോ? ബൽബാൻ. ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടായിരുന്നു. മുഖം നോക്കാണ്ട് ഫേസ്ലെസ് ആയിട്ട് നിയമ നടപടി സ്വീകരിക്കുമായിരുന്നു. സെയിം അതേ ആൾ തന്നെയാണ്. പിന്നെ ജാഗിർദാരി ഓപ്പറേഷൻ റിമൂവ് ചെയ്തു. ജാഗിർദാരി ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു, ഒരു ലാൻഡ് ഒരാൾ ഹോൾഡ് ചെയ്യും, ഒരു മെയിനായിട്ടുള്ള ആളുടെ താഴെ കുറേ കൃഷിക്കാരുണ്ടാവും. അപ്പോൾ ഈ കൃഷിക്കാർ മസ്റ്റായിട്ട് ഇത്രയും പൈസ അയാൾക്ക് കൊടുക്കണം എന്നുണ്ടാവും ആ ലാൻഡ് ഹോൾഡ് ചെയ്യുന്ന ആൾക്ക്. പക്ഷേ ഇയാൾ ആ ഓപ്പറേഷൻ മാറ്റി. ഒരു ലാൻഡ് പാർസൽ ഉണ്ടെങ്കിൽ ലാൻഡ് പാർസൽ ഹോൾഡ് ചെയ്യുന്ന ഒരു ഒഫീഷ്യൽ ഉണ്ടാവും. ആ ഒഫീഷ്യലിൻ്റെ ആ സ്ഥലത്ത് പണിയെടുക്കാനായിട്ട് കുറേ ഫാമേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ ഫാമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് എന്താ പറയുക, ഇത്രയും പൈസ നല്ല വിളവില്ലെങ്കിലും ഇത്രയും പൈസ തരണം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭയങ്കര ഓപ്പറേഷൻ വരും. അപ്പോൾ അതൊക്കെ ആൾ റിമൂവ് ആക്കി. നമ്മൾ പറഞ്ഞില്ലേ 1/3 ഓഫ് ഫെർട്ടിലിറ്റി ബേസിസിൽ അസസ് ചെയ്യണു, 1/3 കൊടുത്താൽ മതി നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു സിസ്റ്റം കൊണ്ടുവരണം.
പിന്നെ ഇയാൾ കോർട്ട് പ്രൊസീജിയേഴ്സൊക്കെ കോഡിഫൈ ചെയ്യണം എന്ന് പറഞ്ഞാൽ മറ്റത് ഭയങ്കര വേഗമായിട്ടുള്ള ഒരു രീതിയായിരിക്കും. കോടതി നടപടികൾ ഒരു ഓർഡർ ഉണ്ടാവില്ല. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു, ഓർഡർ വെക്കാൻ തുടങ്ങി പ്രോപ്പറായിട്ട് ജസ്റ്റിസ് സിസ്റ്റത്തിൽ. ഇപ്പോൾ ഞാൻ പറയാം, നമ്മളുടെ തേന്മാവിൻ കൊമ്പത്തിനകത്തൊരു സീനുണ്ട്, ഒരു നാട്ടുകൂട്ടം ചേർന്നിട്ട് ഇങ്ങനെ വിധി പറയുന്നത്. അതൊരു കോഡിഫൈഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല. കുറേ ആൾക്കാർ കൂടിയിരിക്കണു, അപ്പുറത്തൂടെ പോകുന്ന അമ്മാവന് വേണമെങ്കിൽ വന്ന് കയറി ഇരുന്ന് വിധി പറയാം. അതൊരു സുഖമല്ല. ഇയാൾ പ്രോപ്പറായിട്ട് സിസ്റ്റത്തിനെ കോഡിഫൈ ചെയ്യണം എന്നാണ് ഇപ്പോഴത്തെ പോലെ ഇന്ത്യൻ പീനൽ കോഡ് മറ്റേ ഭാരതീയ ന്യായ സംഹിതയായി അതുപോലെ ഓരോന്നിനെ കോഡിഫൈ ചെയ്യണം. ഓക്കെ, ആ ഒരു സിസ്റ്റം ഇയാൾ കൊണ്ടുവരുന്നു. പോലീസിങ് ലോ ആൻഡ് ഓർഡർ ആൾ കോട്ട്വാലിനെ അപ്പോയിന്റ് ചെയ്യണം. കോട്ട്വാലി സിസ്റ്റത്തിന് കൊണ്ടുവരുന്ന ആൾ. കോട്ട്വാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിട്ടുണ്ട്, പഴയ നിക്കറൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ വലിയ തുപ്പിയൊക്കെ ആയിട്ടുള്ള പോലീസുകാരാണ് കോട്ട്വാൾ. അപ്പോൾ അത് ആലോചിച്ചിരുന്നാൽ മതി, കോട്ട്വാൾ എന്ന് പറഞ്ഞാൽ പോലീസുകാർ. പിന്നെ റീഓർഗനൈസ്ഡ് ആർമി ഓൺ സെൻട്രലൈസ് സാലറി ബേസ് സിസ്റ്റം, പ്രിക്കോസർ ടു മുഗൾ മൻസബ്ദാരി. സാലറി കൊടുക്കാൻ തുടങ്ങി. ആർക്ക്? ആർമിയിലെ ആൾക്കാർക്ക്. ഇത് ചെയ്ത വേറൊരാളുണ്ട്, ഓർമ്മയുണ്ടോ? നമ്മുടെ ഡൽഹി സുൽത്താൻസിൽ അലാവുദ്ദീൻ ഖിൽജി. അതേപോലെ സാലറി കൊടുക്കാൻ തുടങ്ങി, സെൻട്രലൈസ്ഡ് ആക്കി മൂർ. അതുപോലെ മുഗളിൻ്റെ മൻസബ്ദാരി സിസ്റ്റത്തിന് പ്രിക്കോസറായി. ഈ മൻസബ്ദാരി സിസ്റ്റം നോട്ട് ചെയ്ത് വെച്ചോ, അത് നമുക്ക് അവിടെ പറയാം. മൻസബ്ദാരി. ഓക്കെ, ഇപ്പോൾ എവിടെ ഇരിക്കട്ടെ, ഇത് പറഞ്ഞ് കൺഫ്യൂഷൻ ആക്കണില്ല. ഓക്കെ, പിന്നെ ഇൻ്റലിജൻസ് ആൻഡ് സ്പൈ നെറ്റ്വർക്ക് സൂപ്പറായിരുന്നു. നമ്മൾ ഡൽഹി സുൽത്താനേറ്റിൽ ഇൻ്റലിജൻസിന് സ്പൈ ഡിപ്പാർട്ട്മെൻറ്റിന് പറഞ്ഞൊരു പേരുണ്ട്, ഓർമ്മയുണ്ടോ? ബരീദ്, മറക്കരുത്. അതൊക്കെ കുറച്ച് സ്ട്രോങ് ആക്കി. പിന്നെ ദഗ്ഗും ചെഹ്റയും ഇയാളും ഫോളോ ചെയ്തു. ഈ ദഗ്ഗും ചെഹ്റ ആരാ കൊണ്ടുവന്നത്? അലാവുദ്ദീൻ ഖിൽജി. അതും ഇയാൾ ഫോളോ ചെയ്തു. വെയ്റ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് ഇയാൾ എന്താ പറയുക, സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ബാംബു ജാഗർ വെച്ച് ചെയ്യുന്നതിൻ്റെ കാര്യം പറഞ്ഞില്ലായിരുന്നു, സപ്ത്. അപ്പോൾ അതുപോലെ ആൾ സ്റ്റാൻഡർഡൈസ് ചെയ്യുന്നുണ്ട്. മാർക്കറ്റ് പ്രൈസസ് ഒക്കെ റെഗുലറൈസ് ചെയ്തു. ട്രേഡ് എൻകറേജ് ചെയ്തു. മിഡിൽ മാൻ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ എന്താ പറയുക, ഈ മാർക്കറ്റിലെ ഫൗളായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ എലിമിനേറ്റ് ചെയ്തു. കനാലും ടാങ്കും സ്റ്റെപ്പ് വെല്ലും ഒക്കെ ആൾ ബെറ്റർ ആക്കി. ഇത്രയും സംഭവങ്ങൾ അലാവുദ്ദീൻ ഖിൽജിയുടെ സിമിലറായിട്ട് തോന്നുന്നില്ലേ? ഇത് മറ്റേ ഫിറോസ് ഷാ തുഗ്ലക്ക് അല്ലെങ്കിൽ ഗിയാസുദ്ദീൻ തുഗ്ലക്ക് അവരുടെയൊക്കെ പോലെയും തോന്നുന്നില്ലേ? ഓക്കെ, പിന്നെ അഗ്രികൾച്ചറൽ ലോൺസ്, തക്കാവി ലോൺസ് കൊടുത്തു. നമ്മൾ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതുപോലെ ഒരാളൂടെ കൊടുക്കുന്നുണ്ട്, ശേഷാസുദ്ദീൻ എന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? ഓക്കെ, ആളുടെ ഫ്രണ്ടിലുള്ള ആൾക്കാരെ തന്നെ കോപ്പി ചെയ്ത് അല്ലെങ്കിൽ ഇൻസ്പയർ ആയിട്ട് ബെറ്ററായിട്ട് ആ സാധനങ്ങൾ ഫോളോ ചെയ്യുകയാണ് ശേഷാസുദ്ദീൻ ചെയ്തത്. ഓക്കെ, പിന്നെ ആൾ കുറേ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടാക്കി. അതിനകത്ത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് ഗ്രാൻഡ് ട്രങ്ക് റോഡ് അല്ലെങ്കിൽ സഡക് ഇ ആസാം. ഇത് ഓർത്തു വെക്കണം. സഡക്ക് പറഞ്ഞാൽ റോഡാണെന്നറിയാമല്ലോ. ഓക്കെ, ഗ്രാൻഡ് ട്രങ്ക് റോഡ് പറഞ്ഞു കഴിഞ്ഞാൽ കാബൂൾ തൊട്ട് ബംഗാൾ വരെ എക്സ്റ്റെൻഡ് ചെയ്യണ ഒരു വലിയൊരു റോഡാണ് ഇയാൾ പണിഞ്ഞത്. ഓക്കെ, അതും നമ്മുടെ ഇപ്പോഴത്തെ നാഷണൽ ഹൈവേ 1 ഇതുമായിട്ട് അതിന് സിമിലറായിട്ടാണ്. നാഷണൽ ഹൈവേ 1 കാബൂൾ തൊട്ട് വെസ്റ്റ് ബംഗാൾ വരെ ഇല്ല, പക്ഷെ കണക്ട് ചെയ്യുന്നുണ്ട് ആ ഡൽഹി ആ ഒരു ഏരിയ. അപ്പം അതിന് കണക്ഷൻ ഉള്ളതാണ് ഈ ഒരു ഗ്രാൻഡ് ട്രങ്ക് റോഡുമായിട്ട്. ഓക്കെ, പിന്നെ അത് കൂടാണ്ട് മേജറായിട്ടുള്ള വേറെയും ഹൈവേസ് ഒക്കെ ആൾ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ ആൾ കുറേ സറായിസ് ഉണ്ടാക്കുന്നുണ്ട്. ഇത് ചെയ്ത വേറൊരാളായിരുന്നു, നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നോക്കിയത് കമൻറ്റ് ചെയ്യും, ഓർമ്മയുണ്ടെങ്കിൽ. നമ്മൾ ഏത് ഡൽഹി സുൽത്താനേറ്റിൽ പറഞ്ഞതാണ്. ഓക്കെ, സറായിസും ഇന്നൊക്കെ സറായിസ് അല്ലെങ്കിൽ സത്രങ്ങൾ ആൾ പണിയുന്നുണ്ട്. 1700+ സറായിസ് along the highways, separate area for Hindus and Muslims. ഓക്കെ, ട്രാവലേഴ്സിൻ്റെ രജിസ്റ്റർ വെക്കുന്നുണ്ട്, ഇന്ന ആൾക്കാരൊക്കെ ഇവിടെ വന്നു എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ചെയ്യണ പോലെ തന്നെ. പുറത്തുനിന്ന് ഒരു ഫോറിനർ വന്നു കഴിഞ്ഞാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പറയുമല്ലോ ഇങ്ങനെ, അതുപോലെ തന്നെ ഒരു സിസ്റ്റം ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു അന്നും. പിന്നെ എലി കസ്റ്റംസ് ആൻഡ് സെക്യൂരിറ്റി ചെക്ക് പോയിന്റ്സ്, അത് ഡെഫിനറ്റ് ആയിരിക്കില്ല. അതുപോലെ തന്നെ ആൾ ചെയ്തൊരു നല്ലൊരു കാര്യമാണ് പോസ്റ്റൽ സിസ്റ്റം. ഇതെന്താ നല്ല കാര്യം എന്ന് പറയാൻ കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സരായി എന്ന് പറഞ്ഞാൽ സത്ര എന്ന് ഞാൻ പറഞ്ഞു. ഇപ്പോൾ ഫസ്റ്റ് ഒരു സരായി ഇവിടെ ഉണ്ട്, എ സരായി, ബി സരായി, സി സരായി, അങ്ങനെ ഒരു സെറ്റ് സരായി വരെ ഉണ്ട് വെക്കും. അപ്പം എന്ന് സെഡിലോട്ടുള്ള ഒരാൾക്ക് ഇൻഫർമേഷൻ ട്രാൻസ്ഫർ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഫോൺ ഉണ്ട്, അന്നത്തെ കാലത്ത് എങ്ങനെ ഉണ്ട്? ചിലപ്പോൾ പറയായിരിക്കും അവർ വരുന്നുണ്ട്, അയാളുടെ പട വരുന്നുണ്ട് നമ്മളെ ആക്രമിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഇങ്ങനെ സെഡിൽ എത്തിക്കണമായിരിക്കും. ഇവിടെ എത്തുന്ന സമയമാകുമ്പോഴത്തേക്ക് എന്താ പറയുക, അവർ വന്ന് ആക്രമിച്ച് എല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം അതിന് മുന്നേ ഇവിടെ ന്യൂസ് എത്തിക്കണം. അപ്പം അതിന് ഇയാൾ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള 2 സിസ്റ്റം ആയിരുന്നു, ഹോഴ്സ് റിലേ അല്ലെങ്കിൽ ഉലുക്ക്, അതുപോലെ ഫുഡ് പോസ്റ്റ് അല്ലെങ്കിൽ ദവ. അതിൽ പറഞ്ഞുതരാം. ഹോഴ്സ് റിലേ പറയുമ്പോഴത്തേക്ക് എയിലൊരു ഹോഴ്സ് ഉണ്ടാവും, ഹോഴ്സിനെ വരയ്ക്കാൻ പറ്റില്ല, ഒരു ഹോഴ്സ് ഉണ്ട്, ഇതൊരു ഹോഴ്സാണ് വെക്കുക. ഇത് ഹോഴ്സ് ഓടിപ്പോയിട്ട് ബിയിലെത്തിക്കും, ബിയിൽ വേറെ ഹോഴ്സ് ഉണ്ടാവും, ഹോഴ്സ് ഓടിപ്പോയിട്ട് സിയിലെത്തിക്കും, സിയിൽ വേറെ ഹോഴ്സ് ഉണ്ട്, അങ്ങനെ എത്തിച്ച് അവസാനം സെഡിൽ വരെ ഹോഴ്സ് എത്തിക്കും. ഈ ഹോഴ്സിനെ യൂസ് ചെയ്തിട്ടുള്ള പോസ്റ്റൽ സിസ്റ്റത്തിൻ്റെ പേര് ഉലൂക്ക്, മറക്കരുത് കേട്ടോ, ഉലൂക്ക്. പിന്നെ
ഫുട്ട് മനുഷ്യന്മാർ, ഹോഴ്സിന് പകരം മനുഷ്യന്മാരെ യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അതിന് പറയണത് എന്താ? ദവ സിസ്റ്റം. ഓക്കെ, ഈ ഓടുന്ന ആൾക്കാരുടെ പേരാണ് ഹർക്കാരാസ്. ഹർക്കാരാസ് മറക്കരുത് കേട്ടോ. മനസ്സിലായി എന്ന് വെക്കുന്നു. അപ്പോൾ പെട്ടെന്ന് ഭയങ്കര എഫിഷ്യൻ്റ് ആയിരുന്നു, ഫാസ്റ്റ് ആയിട്ട് ന്യൂസ് എത്തുമായിരുന്നു. ഓക്കെ, അപ്പം ഭയങ്കര എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സിസ്റ്റം ആയിരുന്നു, മറക്കരുത്. ഇതിനെ ഈ ഒരു സിസ്റ്റത്തിന് മുകളാണ് മുഗൾസ് ലേറ്റർ അഡോപ്റ്റ് ചെയ്യുന്നത് ഡക്ക് സിസ്റ്റം ആയിട്ടാണ്. ഡക്ക് നമ്മൾ പോസ്റ്റ് ഓഫീസിന്റെ ഫ്രണ്ടിൽ കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക, ഭാരതീയ ഡാക്ക് സിസ്റ്റം. കണ്ടിട്ടുണ്ടോ? ഭാരതീയ ഡാക്ക് എന്നായിരിക്കും ഇന്ത്യൻ ഈ പോസ്റ്റ് ഓഫീസിന്റെ ഒക്കെ ഫ്രണ്ടിൽ എഴുതിയിട്ടുണ്ടാവും. അപ്പോൾ ഡാക്ക് ഫോർ പോസ്റ്റൽ സിസ്റ്റം, മറക്കരുത് കേട്ടോ. ശരി, അടുത്തത് അത് തന്നെ. പിന്നെ ഈ ശേഷസൂരി സ്വന്തം മസൂളിയം അല്ലെങ്കിൽ ശവകുടീരം അല്ലെങ്കിൽ ടോംബ് ഉണ്ടാക്കി വെച്ചിട്ടാണ് ആൾ മരിച്ചു പോകുന്നത്. അത് ഉണ്ടാക്കുന്ന ആൾ എവിടെ നിന്നാണ് വന്നത്? സസാരത്തിൽ നിന്ന്. അപ്പോൾ സസാരത്തിൽ തന്നെയാണ് അതിനുള്ള ടോംബ് ഉണ്ടാക്കുന്നത്. അത് മാസീവ് ഒക്ടഗണലായിട്ടുള്ള മസൂളി ആയിരിക്കും. ഒക്ടഗണൽ എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ? ഒക്ട പറഞ്ഞാൽ 8, അപ്പോൾ 8 സൈഡ്സ് ഉള്ളത്. 1 2 3 4 5 6 7 8 ആണ് ഒക്ടഗണലായിട്ടുള്ളൊരു മസൂളി ആയിരിക്കും. പിന്നെ അതുപോലെ റെഡ് സാൻഡ്സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്തിട്ടുണ്ടാവും. അഫ്ഗാൻ ലോഡി മുഗളുടെ എല്ലാം സ്റ്റൈലുകൾ ഇൻസ്പയർ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ്. അതൊക്കെ നോക്കിയാൽ മതി. നമ്മൾ മേളിൽ കൂടെ നോക്കിയാലേ കാണാൻ പറ്റുള്ളതാ. ഇവിടെ ഒരു സൈഡ്, ഇവിടെ 2 സൈഡ്, ചിലപ്പോൾ ഇവിടെ ഒന്നുണ്ടാവും. അങ്ങനെ ഓക്കെ, ഇങ്ങനെ ആയിരിക്കും അതിൻ്റെ ഇത് പോണത്. നമ്മൾ മേളിൽ നോക്കിയാലേ കാണാൻ പറ്റുള്ളൂ. ശരി, അത് കഴിഞ്ഞിട്ട് അതുകൂടാണ്ട് പുരാന കില ഓൾഡ് ഫോർട്ട് ഡൽഹിയിൽ ഇപ്പോഴും ഉണ്ട്. അത് ഇയാൾ പണിയുന്നുണ്ട്. ഇത് പക്ഷെ തുടങ്ങുന്നത് നമ്മുടെ ഹുമയൂണാണ്. പുരാന കിലയുടെ പണി സ്റ്റാർട്ട് ചെയ്യുന്നത് ഹുമയൂണാണ്, ഫിനിഷ് ചെയ്യുന്നത് ഷേർഷാ സൂരിയാണ്. ഓക്കെ, അപ്പോൾ ആരാ പുരാന കിലയുടെ പണി തുടങ്ങുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഹുമയൂൺ, ഫിനിഷ് ചെയ്യുന്നത് ഷേർഷാ സൂരി. ഓക്കെ, അത് കൂടാണ്ട് അതിൽ ഹുമയൂൺ ദർവാസ, തലാക്കി ദർവാസ ഒക്കെ ആൾ പണിയുന്നുണ്ട്. പിന്നെ കിലായി ഖൻഹാ മോസൊക്കെ ആൾ പണിയുന്നുണ്ട്. ഇതാണ് ഓൾഡ് ഫോർട്ട് അല്ലെങ്കിൽ പുരാന കില ഓഫ് ഡൽഹി. പിന്നെ ആളുടെ ബയോഗ്രഫിയാണ് അബ്ബാസ് ഖാൻ സർവാണി എഴുതിയ തരീഖി ഷേർഷാഹി. മറ്റേതൊക്കെ തുസൂക്കാണ്, തുസൂക്കി ബാബറി, തുസൂക്കി ജഹാംഗീരി. ഇത് തരീഖാണ്. തരീഖി ഷേർഷാഹി. തരീഖ് എന്ന് പറഞ്ഞാൽ എന്ത് വിശേഷം ഉണ്ടോ ചോദിക്കില്ലേ? തരീഖ് ക്യാ തരീഖ് എന്നൊക്കെ പറഞ്ഞ് ചോദിക്കില്ലേ? അപ്പം അങ്ങനെ എന്താണ് പറ്റി അല്ലെങ്കിൽ എന്താണ് അവിടെ, അങ്ങനെയുള്ളൊരു മീനിങ് ആണ് പറഞ്ഞത്. അത് ഓർത്തിരുന്നാൽ മതി. ഷേർഷാഹി അത് എഴുതുന്ന ആരാ? അബ്ബാസ് ഖാൻ സർവാണി എഴുതുന്നത്. ആൾ എഴുതുന്നത് അക്ബറിൻ്റെ സമയത്താണ്. ഓക്കെ, അത് ഓർത്തിരിക്കാമല്ലോ. പിന്നെ നമ്മൾ പറഞ്ഞില്ലായിരുന്നു മാലിക് മുഹമ്മദ് ജയസി കമ്പോസ് പത്മാവത്. നമ്മൾ വേറെ ഇങ്ങനെ ഷക്കി സുൽത്താനേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഓർക്കുന്നുണ്ടോ പറഞ്ഞത്? നമ്മളുടെ എന്താ പറയുക, സൈദിൽ വരുന്ന ആളുടെ ഖിസർ ഖാൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇങ്ങനെ ഷർക്കി സുൽത്താനേറ്റിനെ തോപ്പിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ ഓർമ്മയുണ്ടോ പറഞ്ഞത്? ഈ മാലിക് മുഹമ്മദ് ജയസി ആ സുൽത്താനേറ്റിലും ഉണ്ടെന്ന് പറയുന്നു, അതുപോലെ തന്നെ ഷേർഷാ സൂരിയുടെ കോർട്ടിലും ഉണ്ടെന്ന് പറയുന്നുണ്ടെന്ന് പറഞ്ഞ ഓർമ്മയുണ്ടോ? അപ്പം മാലിക് മുഹമ്മദ് ജയസി ഇയാളുടെ കോർട്ടിൽ ഇരുന്നിട്ടാണ് പത്മാവത് എഴുതിയത്. ഓക്കെ, സോറി. ശരി, അങ്ങനെ അങ്ങനെ ഷേർഷാ സൂരി എന്താ പറയുക, സ്വന്തം ഒരു യുദ്ധത്തിൽ സ്വന്തം സൈഡിൽ നിന്നുള്ള വെടിയുണ്ടായിട്ട് മരിക്കുന്നു. അങ്ങനെ ആ അവസരം മുതലാക്കി ഹുമയൂൺ വീണ്ടും ഭരണത്തിൽ വരുന്നു. ഭരണത്തിൽ വന്നിട്ട് 1556 തൊട്ട് 15 ശേഷം എല്ലാം 15 ഇതാണ് 1555 മറക്കരുത് കേട്ടോ. 1555 അത് ഞാൻ ടൈപ്പ് ചെയ്തതിൽ പറ്റിയൊരു എററാണ്. ഓക്കെ, അപ്പോൾ 1555 ആണ് കേട്ടോ, തെറ്റിക്കരുത്. അങ്ങനെ 1555 ആക്കിക്കോണല്ല. ജഹാംഗീർ. അപ്പം അങ്ങനെ 1555 അങ്ങനെ ഷേർഷാ മരിക്കുന്നു. 1555 തൊട്ട് 1556 വരെ ഹുമയൂൺ വീണ്ടും ഭരിക്കുന്നു ഒരു കൊല്ലത്തേക്ക്. അങ്ങനെ ആ ഒരു കൊല്ലത്തിന് 1556 ആകുമ്പോഴത്തേക്ക് ഹുമയൂൺ ആളുടെ ലൈബ്രറിയുടെ മുകളിൽ നിന്ന് സ്വയം വീണ് മരിക്കുകയാണ് ചെയ്യണത്. അറിയാണ്ട് വീണ് മരിച്ചു പോയിട്ടു. അങ്ങനെ ഹുമയൂണിൻ്റെ മോനായിട്ടുള്ള അക്ബർ, നമ്മൾ പറഞ്ഞു ഹുമയൂൺ എക്സലിന് പോയപ്പോൾ ഹമീദ ബാനു ബീഗം ഒരു രജ്പുത് ഫാമിലിയിൽ താമസിക്കുകയായിരുന്നു. ആ സമയത്ത് അക്ബർ ഉണ്ടാകുന്നു അവിടെ. അപ്പോൾ അക്ബറിന് ഭരണം കൊടുക്കുന്നു. ഓക്കെ, അക്ബർ അന്ന് 12 വയസ്സോ 13 വയസ്സോ എന്തോ ഉള്ളൂ. നമ്മളുടെ ജോഡ അക്ബർ കണ്ടിട്ടുള്ള എല്ലാ ആൾക്കാർക്കും ആ ഒരു കഥ അറിയുന്നുണ്ടാവും. അധികം മാറ്റാണ്ട് ഏകദേശം സെയിം ആയിട്ടുള്ള കഥ തന്നെ കാണിച്ചിട്ടുണ്ട് അതിനകത്ത്.